സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഗസയിൽ അവിടെ അധിവസിക്കുന്ന ജനലക്ഷങ്ങൾക്ക് പ്രത്യാശ നൽകിക്കൊണ്ട് ഒരു വെടിനിർത്തൽ കരാർ വെടിനിർത്തൽ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഹമാസും ഇസ്രായേലും ഏതാണ്ട് ഇതിൻ്റെ നിർദ്ദേശങ്ങളോട്, വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകളോട് യോജിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ഖത്തറിൻ്റെ മധ്യസ്ഥതയിലാണ് അമേരിക്കയുടെ താൽപ്പര്യം കൂടി പരിഗണിച്ചുകൊണ്ടുള്ള വെടിനിർത്തൽ കരാർ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഹമാസിൻ്റെ ഒരു പ്രതിനിധി തന്നെ പറഞ്ഞു എന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നത്, ഒരേ കെട്ടിടത്തിൻ്റെ 2 സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് ഹമാസിൻ്റെയും ഇസ്രായേലിൻ്റെയും നേതാക്കൾ ചർച്ച നടത്തുന്നു എന്നാണ്. അത്രയും അടുത്ത് ചർച്ച നടത്താൻ പാകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് വാർത്താ ഏജൻസികളും സൂചിപ്പിക്കുന്നു. അൽ ജസീറയും BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരുപക്ഷെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായേക്കും എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കയിൽ ജോ ബൈഡൻ മാറി ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായി ചുമതല ഏറ്റെടുക്കുന്നതിന് തൊട്ടു മുമ്പോ അതിന് തൊട്ടു പിമ്പോ ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലാകും എന്ന റിപ്പോർട്ടുകളുണ്ട്. നമുക്കൊപ്പം ഉള്ളത് പ്രൊഫസർ ജോസഫ് ആൻ്റണിയാണ്, വിദേശകാര്യ വിദഗ്ധൻ, കേരള സർവകലാശാലയിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം മുൻ മേധാവി കൂടിയായ അദ്ദേഹമാണ് ഇൻസൈറ്റിൽ ചർച്ചയ്ക്ക് ചേരുന്നത്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഈ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ളതാണോ ഇപ്പോൾ വെടിനിർത്തൽ കരാർ ചർച്ചകൾ പെട്ടെന്ന് ഊർജിതമാകാനുള്ള ഒരു കാരണം? അധികാരത്തിലേറുന്നു, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം ഈ ഗസയിലെ സംഘർഷത്തെക്കുറിച്ച്, യുദ്ധത്തെക്കുറിച്ച് പരാമർശിക്കവേ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, ഈ ബന്ദികളെ മോചിപ്പിച്ചില്ല എങ്കിൽ ഇതുവരെ ഉണ്ടായ നരകത്തിനേക്കാൾ വലുത് വരാനിരിക്കുന്നു എന്ന് ഹമാസിനൊരു മുന്നറിയിപ്പ്, യുദ്ധം ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഇസ്രായേലിന് നൽകിയ സൂചന, ഇത് രണ്ടുമാണോ ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാർ ചർച്ചകളെ കൂടുതൽ വേഗത്തിലാക്കുന്നത്? യുദ്ധവിരാമം ഉണ്ടാകുന്നതിന്റെ ഒരു കാരണം താങ്കൾ പറഞ്ഞത് പോലെ ട്രംപിന്റെ വരവാണ്. എന്നാൽ ട്രംപിന്റെ വരവ് മാത്രമല്ല, ഈ വാർ ഫറ്റീഗ് എന്ന് പറയുന്നൊരു സങ്കല്പനമുണ്ട്. ഒരുപാട് നാള് 2 കക്ഷികൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധം നടക്കുന്ന കക്ഷികൾ ക്ഷീണിക്കും. അത്തരമൊരു അവസ്ഥ ഇതിനകത്ത് നിർണായകമായ ഒരു ഘടകമാണ്. ഇപ്പോൾ ആർക്കും വാസ്തവത്തിൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണ്ട. ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇസ്രായേലിനോ അല്ലെങ്കിൽ ഹമാസിനോ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൂടിച്ചേർന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, ഇത് ബൈഡൻ മെയ് മാസം അവതരിപ്പിച്ച ഒരു ഫ്രെയിംവർക്കിനകത്ത് നിന്നുകൊണ്ടാണ് ഈ ചർച്ചകൾ നടക്കുന്നത്, യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ബൈഡനെ സംബന്ധിച്ച് അദ്ദേഹം ജനുവരി 20 അധികാരം വേറൊരാളിനെ, ട്രംപിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുൻപ് അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമാധാനം അച്ചീവ് ചെയ്താൽ അത് ഈ സമാധാനം ഉറപ്പുവരുത്തിക്കൊണ്ട് പടിയിറങ്ങുന്നു എന്നുള്ള ഒരു അഭിമാനത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിന് പടിയിറങ്ങാം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി കൂടി ഈ ചർച്ചയിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. മറ്റൊന്ന് ഈ ട്രംപിന്റെ വരവാണ്. ട്രംപ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് റാലികളിലൊക്കെ പറഞ്ഞത്, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞത്, ഞാൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധവും നേരത്തെ പറയുന്ന യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ പ്രതിനിധി ഈ പശ്ചിമേഷ്യൻ അദ്ദേഹത്തിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധിയായി അദ്ദേഹം നോമിനേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റീവ് വിറ്റ്കോഫ് എന്ന് പറയുന്ന ആളും ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷനോടൊപ്പം ചേർന്നുകൊണ്ട് ഈ നവംബർ മാസം തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ സജീവമായി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളിൽ പങ്കെടുക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ദോഹയിൽ ഉണ്ട്. അതാണ് ഈ അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ സമ്മർദ്ദം ഇസ്രായേലിനും ഹമാസിനും മുകളിൽ ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ കരാറിലേക്ക് വരാനുള്ള ഒരു കാര്യം. മറ്റൊന്ന് ഈ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, ഇസ്രായേല് 15 മാസമായി ഹമാസിനെതിരെ യുദ്ധം നടത്തുന്നു. യുദ്ധം നടത്താനായിട്ട് അവർ പറഞ്ഞത്, ഞങ്ങൾ 1 ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കും, 2 ഹമാസിനെ നിശേഷമായി ഇല്ലാതാക്കും. ഈ 2 ലക്ഷ്യവും ഇസ്രായേലിന് ഇതുവരെ സാധിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ ബന്ദികളാക്കപ്പെട്ട ആളുകളെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ബന്ധുക്കൾ നിരന്തരമായി സമരത്തിലും പ്രക്ഷോഭത്തിലുമാണ് ഇസ്രായേലിന്റെ തെരുവുകളിൽ.
അപ്പൊ അത് പിന്നെ അത് താങ്ങാൻ കഴിയാത്ത തരത്തിലേക്ക്, അതായത് ഈ രാഷ്ട്രീയത്തിൽ അധികാരത്തിൽ ഇരിക്കുന്ന എല്ലാവർക്കും എതിരായിട്ടുള്ള വലിയ ജനവികാരം ഇതിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പൊ അത് പിന്നെ ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോയാൽ അത് കൂടുതൽ വഷളാകും. കാരണം ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയുന്നതുമില്ല, യുദ്ധം തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇവരുടെ യുദ്ധത്തിന്റെ പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതാണ് ഈ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന്. മറ്റൊന്ന്, ഈ ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥ വളരെയധികം മോശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി എന്നോണം. അപ്പൊ ഈ എന്താണ് സാമ്പത്തിക വ്യവസ്ഥകളെ അസസ് ചെയ്യുന്ന ഫിച്ച്, S&P, മൂഡി എന്നൊക്കെ പറയുന്ന സാമ്പത്തിക സ്ഥാപനങ്ങളെല്ലാം ഈ ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥ അനുദിനം ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ റേറ്റിംഗ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. A+ എന്നുള്ളത് A ആവുന്നു. ആ തരത്തിലേക്ക്. പിന്നെ എന്ന് മാത്രമല്ല, കൂടുതൽ ഫ്യൂച്ചറിൽ ഇങ്ങനെ പോയാൽ കൂടുതൽ റേറ്റിംഗ് താഴേക്ക് പോകുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ബജറ്റ് പ്രിപ്പറേഷൻ പിന്നെ ഇതുവരെ പൂർണ്ണമാക്കാൻ കഴിഞ്ഞിട്ടില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക വളർച്ചാ നിരക്ക് കുറഞ്ഞിരിക്കുന്നു, ടൂറിസ്റ്റുകളുടെ വരവ് കുറഞ്ഞിരിക്കുന്നു. ഈ വ്യവസായങ്ങൾ തന്നെ പിന്നെ പലതും പൂട്ടുന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള നിരവധി സാമ്പത്തിക പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് പുറമെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇസ്രായേലിനെ അലട്ടുന്നുണ്ട്. അതുകൊണ്ടുകൂടി അവർക്കും ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. ഹമാസിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഹമാസ് എന്ന് പറയുന്ന യുദ്ധം തുടങ്ങിയ ശേഷം 15 മാസമായിട്ട് ഏതാണ്ട് 47,000-ഓളം ആളുകൾ മരിച്ചതായി തന്നെ കൺഫേംഡ് റിപ്പോർട്ടുണ്ട്. അൺകൺഫേംഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പിന്നെ എന്താണ് 10-25,000-ഓളം പേര് വീണ്ടും വരും എന്നുള്ളതാണ്. 1,00,000-ലേറെ പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. നമുക്കറിയാം, ഈ ഗാസ സ്ട്രിപ്പ് എന്ന് പറയുന്ന, ഗാസ പ്രദേശം എന്ന് പറയുന്ന പ്രദേശം ഈ ഭൂപടത്തിൽ ഉണ്ട് എന്നുള്ളതല്ലാതെ അതിന്റെ മുകളിൽ ഒന്നും അവശേഷിക്കുന്നില്ല. അതായത് ജനങ്ങൾ താമസിക്കാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടു കൂടി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ ഫലമായി അത് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. അപ്പൊ ഇനി എന്താണ് ഈ ഹമാസിന്റെ മുമ്പിലുള്ളത്? യുദ്ധം അവസാനിപ്പിക്കലല്ലാതെ. അപ്പൊ അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മുഴുവൻ, അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്, ഈ ഇസ്രായേൽ സൈനികരിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ ഒപ്പിട്ട് കൊടുത്തു, ഞങ്ങൾ ഇനി യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറല്ല, ഞങ്ങളെല്ലാ യുദ്ധത്തിൽ പാലിക്കേണ്ട ധാർമ്മിക മര്യാദകൾ പോലും ലംഘിച്ചുകൊണ്ടാണ് യുദ്ധം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അവര് ഒപ്പിട്ടുകൊണ്ട് ഇനി ഞങ്ങൾ പിന്നെ യുദ്ധം ചെയ്യില്ല എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഒരു മൂവ്മെന്റ് ഇസ്രായേൽ സൈന്യത്തിനകത്ത് തന്നെ വന്നിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങളെല്ലാം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കലാണ് ഇനി കരണീയമായിട്ടുള്ളത്. അതിനെ പിന്നെ എന്താണ് ഇവിടെ നമ്മൾ പറയുന്ന പോലെ ഏതാണ്ട് 90% കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. എന്നാൽ ഇനി അതിനകത്തുള്ള ചില ഡീറ്റെയിൽസ്, ആരെ എപ്പോൾ മോചിപ്പിക്കണം, പിന്നെ ഇസ്രായേല് എവിടെയൊക്കെ നിൽക്കണം, ഈ പിന്നെ ബഫർ സോണിനെ സംബന്ധിച്ചുള്ള ചില ധാരണകൾ, ഈ പിന്നെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്ന ആളുകളെ എങ്ങോട്ട് വിടണം, ഗാസയിലേക്ക് വിടണോ അതോ ലെബനനിലോട്ടോ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് വിടണോ, ഈ മാതിരിയുള്ള ഒരുപാട് തർക്കങ്ങൾ അതുകൂടി പരിഹരിക്കപ്പെട്ടാൽ ഒരു കരാർ ഉണ്ടാകുമെന്നാണ് അന്തർദേശീയ സമൂഹം വിശ്വസിക്കുന്നത്. റൈറ്റ്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ 2023 ഒക്ടോബറിൽ ഹമാസ് അപ്രതീക്ഷിതമായിട്ട് ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ സകല ചാരക്കണ്ണുകളെയും ഭേദിച്ചുകൊണ്ടൊരു ആക്രമണം നടത്തുകയും ആ ആക്രമണത്തിൽ 1000-ലധികം പേരെ വധിക്കുകയും കുറേ പേരെ ബന്ദികളാക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രത്യാക്രമണം എന്നുള്ള പേരിലാണ് ഇസ്രായേൽ ഈ വലിയ നരഹത്യ ആരംഭിക്കുന്നത്. 47,000 പേർ ഔദ്യോഗിക കണക്ക് പ്രകാരം മരിച്ചിട്ടുണ്ട്. ഗാസ ഏതാണ്ട് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ, കെട്ടിടങ്ങൾ, ആശുപത്രികൾ, മറ്റ് സൗകര്യങ്ങൾ എല്ലാം ഇടിച്ച് നിരത്തി ആക്രമിച്ച് ഇല്ലാതാക്കിയിട്ടുണ്ട്. ഒരു മനുഷ്യവാസം സാധ്യമല്ലാത്ത വിധത്തിലേക്ക് അതിനെ മാറ്റി. ഇത് ഇസ്രായേൽ കൈവരിച്ചിട്ടുണ്ട്. ഈ വിനാശം ഇസ്രായേൽ സാധ്യമാക്കിയിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ബന്ദികളെ മോചിപ്പിക്കാൻ സാധിച്ചില്ല. ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യം, ഹമാസിൻ്റെ നേതൃതലത്തിലുള്ള ഇപ്പോൾ യഹ്യ സിൻവാറിനെയോ ഇസ്മായിൽ ഹനിയെയോ ഒക്കെ വധിച്ചു എന്നത് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കിയോ എന്ന് ചോദിച്ചാൽ ഇല്ലാതാക്കിയെന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു ഐഡിയോളജി കൂടിയാണല്ലോ. അപ്പോൾ ഈ ഇസ്രായേൽ ഈ വലിയ നരഹത്യ നടത്തി എന്നതിനപ്പുറത്തേക്ക് അവരുടെ ലക്ഷ്യങ്ങളൊന്നും നേടാതെയാണ് അവർ ഈ വെടിനിർത്തലിനെ കുറിച്ച് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിനകത്തുള്ളൊരു പ്രശ്നം. മറ്റൊരു വിഷയം കൂടിയുണ്ട്. അവർ നേരിടുന്ന അന്തർദേശീയ തലത്തിൽ നേരിടുന്ന പ്രശ്നം ഈ ഇസ്രായേൽ നടത്തിയ വംശഹത്യ തന്നെയാണ് എന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസികളും മനുഷ്യാവകാശ സംഘടനകളും അന്തർദേശീയ കോടതികൾ വരെ, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് പിന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെയും യോഗാലനെതിരെയും ഹമാസിന്റെ ആൾക്കാർ ഉൾപ്പെടെ. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസും ഈ പിന്നെ വംശഹത്യയുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ കേസാണ്. അപ്പൊ അന്തർദേശീയ തലത്തിൽ വളരെ നിയമപരമായി വളരെയധികം ഒറ്റപ്പെട്ട നിലയിലാണ് ഇസ്രായേൽ നിൽക്കുന്നത്. അത് അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം തുടങ്ങി അവരുടെ ഈ പറഞ്ഞ തരത്തിലുള്ള ഈ ഗാസ പ്രദേശം പൂർണ്ണമായി നശിപ്പിക്കാനും ഗാസയുടെ ഹമാസിന്റെ നേതൃത്വത്തെ പൂർണ്ണമായി നശിപ്പിക്കാനും അവർക്ക് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ
ഇത് പ്രശ്നം എന്താണ്? അടിസ്ഥാന പ്രശ്നം എന്താണ്? ഒരു ജനതയുടെ രാഷ്ട്രത്തിന്റെ സ്വപ്നത്തിന്റെ പ്രശ്നമാണ്. ഒരു അവസാനത്തെ പലസ്തീൻകാരൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ പാലസ്തീൻ എന്ന് പറയുന്ന സ്വപ്നം അവന്റെ മനസ്സിലുണ്ടാവും. മനസ്സിൽ നിന്ന് നമുക്ക് ഒരു രാഷ്ട്രത്തിന്റെ സ്വപ്നത്തെ ഒരു ആയുധം പ്രയോഗിച്ച് എടുത്തു കളയാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഈ പ്രത്യാക്രമണം നടത്തി എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇവരുടെ ലക്ഷ്യങ്ങൾ സാധിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിൽ തന്നെയുള്ള വിലയിരുത്തൽ. ഈ രണ്ട് കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഈ ഇതിന് മുമ്പോട്ട് പോകാതെ, ഈ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാതെ തരമില്ല. പക്ഷെ പ്രശ്നം എങ്ങനെയാ പരിഹരിക്കാൻ പോകുന്നത്? തൽക്കാലം വെടിനിർത്തൽ മാത്രമാണ് ഉണ്ടാകാൻ പോകുന്നത്. അവര് പറയുന്നത്, ഈ കരാറിനകത്ത് തന്നെ പറയുന്നത്, ഞങ്ങൾക്ക് താല്പര്യമുള്ളപ്പോൾ ഞങ്ങൾ വീണ്ടും ഈ ഗാസയിൽ ഹമാസിനെതിരായിട്ടുള്ള ആക്രമണം നടത്തും എന്നുള്ള തരത്തിലാണ് പറയുന്നത്. അപ്പൊ ഈ പ്രശ്ന പരിഹാരം എന്താണ്? വാസ്തവത്തിൽ നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന പോലെ പ്രശ്ന പരിഹാരം ഈ പശ്ചിമേഷ്യയിലെ പലസ്തീൻകാർക്ക് അവരുടെ ജന്മഭൂമി സാധ്യമാക്കുന്ന തരത്തിലുള്ള ഒരു പരിഹാരമാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം, 47,000 ആളുകൾ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ ഗാസയിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളുടെ ബന്ധുക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, ഇവരെല്ലാവരും മരിച്ചിരിക്കുന്നത്. ഇത് അവരുടെ മനസ്സിൽ നിന്ന് പോകുമോ? ഇതവരുടെ മനസ്സിൽ നിന്ന് പോകാത്തിടത്തോളം കാലം ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തോടുള്ള അവരുടെ ശത്രുത വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ വല്ല സംശയമുണ്ടോ? അവരുടെ സ്കൂളുകൾ, അവരുടെ ആശുപത്രികൾ, അവരുടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ, അവരുടെ വിശ്രമ കേന്ദ്രങ്ങൾ, വീടുകൾ, ഇതെല്ലാം ഇല്ലാതാക്കി നമ്മൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ നശിച്ചു കിടക്കുന്ന ഒരു പ്രദേശം കാണുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോട് ആൾക്കാർക്ക് വീണ്ടും സ്നേഹമാണോ ശത്രുതയാണോ ഉണ്ടാവുക? അപ്പൊ അങ്ങനെയുള്ളൊരു അവസ്ഥ അവിടെ നിൽക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ താൽക്കാലിക സമാധാനത്തെക്കാൾ ഉപരി അന്തർദേശീയ സമൂഹം ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ രാഷ്ട്ര സ്വപ്നം. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഒക്ടോബർ മാസം 2021 ഒക്ടോബർ 7 എന്തുകൊണ്ടാണ് ഈ പലസ്തീനുകൾ യുദ്ധത്തിന് പോയത്, ആക്രമണത്തിന് പോയത്? അതിന്റെ കാരണം എന്ന് പറയുന്നത് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലുമായി സഖ്യത്തിലേക്ക് എത്തിച്ചേരുകയും ഈ പലസ്തീൻ എന്ന് പറയുന്ന വിഷയത്തെ ഇല്ലാതാക്കുകയും ചെയ്യാനുള്ള ശ്രമം നടന്നുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ആളുകൾ അവർ മനസ്സിലാക്കി, ഈ പലസ്തീൻ വിഷയം ഒരു അറബി ഇസ്രായേലി വിഷയമല്ല, മറിച്ച് ഇസ്രായേൽ പലസ്തീൻ വിഷയമായി ചുരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അത് ഇല്ലാതാകാൻ പോവാണ്. പലസ്തീൻ എന്ന് പറയുന്ന സ്വപ്നം പോലും ഇല്ലാതാകാൻ പോവുകയാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായപ്പോഴാണ് ഇവർ അറ്റാക്ക് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ആ യുദ്ധത്തിന്റെ ഫലമായിട്ട് വീണ്ടും ഇപ്പോ പലസ്തീൻ വിഷയം മുഖ്യധാരയിലേക്ക് വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു അറബി രാജ്യവും വാസ്തവത്തിൽ ഈ പലസ്തീൻ എന്നുള്ള വിഷയത്തെ അതിശക്തമായിട്ട് കൈവശം വെച്ചുകൊണ്ട് ഉന്നയിക്കാൻ ഇപ്പോഴും തയ്യാറാകുന്നില്ല എന്നുള്ള. ഇപ്പൊ പറയുന്നുണ്ട്, പലസ്തീൻ പ്രശ്നം പരിഹരിക്കാതെ ഞങ്ങൾ ഇസ്രായേലുമായിട്ട് ബന്ധം ഉണ്ടാക്കുന്നില്ല, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഗൗരവമായി ഈ വിഷയം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ഇവർക്കൊക്കെ തന്നെയാണ് ഈ പ്രശ്നം കൊണ്ടുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. റൈറ്റ്. ഇപ്പോൾ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ആദ്യം 3 ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുന്നു. അതിന് പകരമായിട്ട് ജനാധിവാസ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുന്നു. അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടുപിറകെ 4 ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും. അപ്പോൾ ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് അവരുടെ യഥാർത്ഥ വാസസ്ഥലങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് ഫലസ്തീൻ ജനതയ്ക്ക് നടന്നു വരാനുള്ള അനുമതി കൊടുക്കും. അത് കഴിഞ്ഞാൽ എന്താ പറയുക, വാഹനങ്ങൾ, അവരുടെ മറ്റ് സാമഗ്രികളൊക്കെ കൊണ്ടുവരാം. പക്ഷേ അത് കൊണ്ടുവരുന്നത് ഈജിപ്തൊക്കെ നിയന്ത്രിക്കുന്ന ഒരു എക്സ്റേ സംവിധാനത്തിലുള്ള സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വ്യവസ്ഥകൾ വരുന്നത്. ആദ്യഘട്ടത്തിൽ 33 ബന്ദികളെയാണ് ഹമാസ് മോചിപ്പിച്ചു കൊടുക്കുക. ഈ മോചനം നടക്കുന്നതിനിടെ രണ്ടാമത്തെയും മൂന്നാം ഘട്ടത്തെയും വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ള ചർച്ചകൾ നടക്കും. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഒരുപക്ഷെ 47,000-ലധികം മനുഷ്യർ കൊല്ലപ്പെട്ട, അതിൽ തന്നെ ഭൂരിഭാഗവും കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ട ഒരു വംശഹത്യാശ്രമത്തിന് അവസാനമുണ്ടാക്കാൻ ഈ ഘട്ടം ഘട്ടമായിട്ടുള്ള വെടിനിർത്തൽ കരാർ സഹായിക്കുന്നു എന്നുള്ളത് അപ്പുറത്ത്, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു രാജ്യം ഉണ്ടാവണം ഫലസ്തീൻ ജനതയ്ക്ക്. ആ രാജ്യം എന്നുള്ളൊരു സങ്കല്പത്തിലേക്കുള്ള ചർച്ചയിലേക്കൊക്കെ മുന്നോട്ട് പോകാൻ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഉണ്ടായ ഭരണമാറ്റം, ട്രംപിനെ പോലൊരു ലീഡർ, അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്കറിയാവുന്നതാണ്, എത്രമാത്രം എക്സെൻട്രിസിറ്റിയാണ് ആ ക്വാളിറ്റിയിലുള്ളത് എന്നുള്ളത്. അപ്പോൾ അവിടേക്കൊക്കെ നീങ്ങാൻ പാകത്തിലൊക്കെ മുമ്പോട്ട് പോയിട്ടുണ്ടോ, അതോ ഈ സീസ് ഫയർ അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ മാത്രം? ഈ ജോൺ മീർഷീമറും സ്റ്റീഫൻ വോൾസും ചേർന്ന് എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഇസ്രായേൽ ലോബി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പുസ്തകം. അതിന് നിസ്സംശയം പറയുന്ന ഒരു കാര്യമുണ്ട്.
ഈ അമേരിക്ക എന്താണ് ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇസ്രായേലിന് ആവശ്യമുള്ളതെല്ലാം അമേരിക്ക കൊടുക്കുകയും അവർക്ക് ആവശ്യമില്ലാത്തത് മാത്രം പാലസ്തീന് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് അമേരിക്കൻ ഭരണകൂടം സ്വീകരിക്കുന്നത്. അങ്ങനെ, അതായത് ഇസ്രായേൽ ലോബിയാണ് അമേരിക്കയുടെ ഇസ്രായേൽ പലസ്തീൻ നയം എന്താണെന്ന് തീരുമാനിക്കുന്നത് അടിസ്ഥാനപരമായി. അത്രമാത്രം ശക്തമാണ് ഇസ്രായേൽ ലോബി അമേരിക്കയിൽ. അങ്ങനെ ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്ന് മാത്രമല്ല, ഇപ്പൊ ട്രംപ് അധികാരത്തിലേക്ക് വരുമ്പോൾ ട്രംപിന്റെ മരുമകൻ കുഷ്നർ യഹൂദ വംശജനാണ്. അപ്പൊ അദ്ദേഹം, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അടുത്ത കാലത്തുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരിൽ വെച്ച് ഈ പലസ്തീന് ഇത്രയധികം ദ്രോഹം ചെയ്തിട്ടുള്ള വേറൊരു അമേരിക്കൻ പ്രസിഡന്റ് ഇല്ല. അദ്ദേഹത്തിന്റെ 2016-21 കാലഘട്ടത്തിൽ അദ്ദേഹം പിന്നെ 1995 ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമായി അംഗീകരിക്കുന്ന നിയമം അമേരിക്ക പാസ്സാക്കിയത്. ഒരാൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടില്ല. അദ്ദേഹം ജെറുസലേമിനെ പിന്നെ തലസ്ഥാനമായിട്ട് അംഗീകരിച്ച് അങ്ങോട്ട് അവരുടെ എംബസി അങ്ങോട്ട് മാറ്റി. അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ച്, വെസ്റ്റ് ബാങ്കിനെ കുറിച്ച് ട്രംപ് പറയുന്നത്, വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ തന്നെയാണ്, അതിന്റെ പുറത്ത് തർക്കത്തിന്റെ ഒന്നും കാര്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഉള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു. അപ്പൊ അതായത് ഇസ്രായേലിലെ മന്ത്രിമാരായിട്ടുള്ള ബസാലേൽ സ്മോട്രിച്ചും ഇത്താമർ ബെൻഗിറും എന്ന് പറയുന്ന രണ്ടുപേരാണ് അതിതീവ്രമായ അതായത് പിന്നെ യോർദാൻ കടലിന്റെയും മെഡിറ്ററേനിയൻ യോർദാൻ നദിയുടെയും മെഡിറ്ററേനിയൻ കടലിന്റെയും ഇടയ്ക്ക് ഈ ഇസ്രായേൽ അല്ലാതെ വേറൊരു സ്ഥലമില്ല, ആരുമില്ല എന്ന് പറയുന്ന, ഇപ്പൊ തന്നെ ഈ കരാറ്, ഇങ്ങനൊരു കരാർ ഉണ്ടാകുന്നു പറഞ്ഞപ്പോ ഈ ബസാലേൽ സ്മോട്രിച്ച് പറഞ്ഞ ധനകാര്യമന്ത്രിയാണ്, ധനകാര്യമന്ത്രി പറഞ്ഞത് ഇത് ഒരു ദുരന്തമായിരിക്കും, ഇങ്ങനൊരു കരാർ ഉണ്ടാക്കിയാൽ അത് ഇസ്രായേലിന് ദുരന്തമായിരിക്കും എന്നാ പറഞ്ഞു. അപ്പൊ അങ്ങനെ, അതായത് ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം ഈ ഫിനാൻസ് ധനകാര്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ബജറ്റ് ഉണ്ടാക്കാൻ തന്നെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലം അത് യുദ്ധത്തിന്റെ ഫലമായിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറയുന്നത് ഇങ്ങനെ ഒരു കരാറിന് പോകരുത്, ഇപ്പോ ഹമാസ് വളരെയധികം ക്ഷീണിച്ചിരിക്കുകയാണ്, ഇവരെ ഇല്ലാതാക്കാനുള്ള സുവർണ അവസരം ഇസ്രായേൽ നഷ്ടപ്പെടുത്തരുത് എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെതിരെ അദ്ദേഹം നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ പലസ്തീനിൽ വളരെ ശക്തമായ പ്രതിഷേധം ഉണ്ടായിരിക്കും. ഇപ്പം ഈ ബസാലേൽ സ്മോട്രിച്ചിന് ായിട്ട് അതിശക്തമായ പ്രതിഷേധം. കാരണം ഇപ്പോഴാണ് നമുക്ക് വാസ്തവത്തിൽ നമ്മുടെ ബന്ദികളെ മോചിപ്പിക്കാൻ, ജീവനോടെ ഉള്ളവരെയും ജീവനില്ലാത്തവരെയും ഒരുവരെ ഇവരുടെ കയ്യിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മുഴുവൻ അവരുടെ ബന്ധുക്കളെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ജനതയുടെ ഈ മനസ്സിൽ തീകോരിയിടുന്ന പ്രസ്താവനയാണ് ഇപ്പോഴും ഈ സ്മോട്രിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. അപ്പൊ ട്രംപ് അധികാരത്തിൽ വന്നാൽ നമുക്ക് ഒരു കാരണവശാലും, അദ്ദേഹം ഇതിന്റെ കൊട്ടിഘോഷിച്ചുള്ള എബ്രഹാം കരാറുണ്ടല്ലോ, എബ്രഹാം കരാർ പറഞ്ഞെന്താ, ഞാൻ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മനോഹരമായ കരാറാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് ഈ എബ്രഹാം അക്കൗണ്ടിനെ കുറിച്ച് പറഞ്ഞത്. മുഹമ്മദ് അബ്ബാസ് പറഞ്ഞത് എന്താണെന്നറിയാം അതിനെതിരെ? അദ്ദേഹം പറഞ്ഞ, ഈ നൂറ്റാണ്ടിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ കരണത്തടിയാണ്, സ്ലാപ്പ് ഓൺ അവർ ഫേസ് എന്നാണ്, നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കരണത്തടിയാണെന്നാണ് ആ കരാർ പറയുന്നത്. കാരണം എന്താ, എപ്പോ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം ഉണ്ടാകും, എങ്ങനെ ഉണ്ടാകും, ഏതെല്ലാം പ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടുമെന്നതിനെ സംബന്ധിച്ച് യാതൊരുവിധ സംഗതികളും കൃത്യമായ പദ്ധതികളും ഒന്നും എബ്രഹാം കരാറിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ തരത്തിൽ ഈ തട്ടിപ്പ് കരാറുകൾ, അതിനകത്ത് ഈ പറഞ്ഞ കണക്ക് UAE-യും ബഹ്റൈനും മൊറോക്കോയും സുഡാനും പോലെയുള്ള രാജ്യങ്ങളൊക്കെ വരുന്നത്. പലസ്തീൻ വിഷയം, അപ്പൊ ഈ കരാർ ഉണ്ടാക്കുന്നതിനുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം ഈ പലസ്തീൻ വിഷയമാണല്ലോ പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കുമ്പോൾ പലസ്തീൻ പ്രതിനിധികളെ കൂടി ചർച്ചയിൽ പങ്കെടുപ്പിക്കണ്ടേ? അവരുമായിട്ടൊരു ചർച്ച പോലും നടത്താതെ ഉണ്ടാക്കിയിരിക്കുന്ന കരാർ, വാസ്തവത്തിൽ ആ കരാറിന് കൂടി ഈ ഒക്ടോബർ മാസം 2020 ഒക്ടോബർ 27 നടന്ന യുദ്ധത്തിൽ പങ്കുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ട്രംപ് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഈ ഏതെങ്കിലും തരത്തിൽ പലസ്തീൻ അനുകൂലമായിട്ട് എന്തെങ്കിലും നിലപാടുണ്ടാകും. കാരണം ഇസ്രായേൽ ലോബിയുടെ സാന്നിധ്യം, അദ്ദേഹത്തിന്റെ മരുമകൻ ഭരണത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ആളാണ് അദ്ദേഹത്തിന്റെ സ്വാധീനം കൂടി ഉള്ളത് കൊണ്ട് ഇസ്രായേലിന് അനുകൂലമായ തീരുമാനങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അത് പലസ്തീന് ഗുണമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റൈറ്റ്. നമ്മൾ ഹമാസിൻ്റെ കാര്യം എടുത്താൽ, ഇപ്പോൾ 1987 ഹമാസ് രൂപവൽക്കരിച്ചതിന് ശേഷം അവർ നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടികളാണ് ഈ 2021 ഒക്ടോബറിന് ശേഷം ഉണ്ടായത്. ഒരുപക്ഷെ ഇത്രയും ഇസ്രായേലി പൗരന്മാരെ ബന്ദികളാക്കുമ്പോൾ ഹമാസിൻ്റെ മനസ്സിലുണ്ടായിരുന്ന തന്ത്രങ്ങൾക്കപ്പുറത്തേക്ക്, അല്ലെങ്കിൽ അതിനൊക്കെ തിരിച്ചടിയേൽക്കുന്ന വിധത്തിലാണ് പിന്നീട് സംഭവങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തത്. അവരുടെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ, യഹ്യ സിൻവാറും അതുപോലെ മുൻ പ്രധാനമന്ത്രി രണ്ടുപേരെയും ഇസ്രായേൽ വധിക്കുന്നു. അവരുടെ എന്താ പറയുക, ഇൻഫ്രാസ്ട്രക്ചർ ഏതാണ്ട് മുഴുവനായി തകർത്തു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നതല്ല. എത്രത്തോളം വസ്തുതയുണ്ടെന്ന് നമുക്കറിയില്ല. അവരുണ്ടാക്കിയ തുരങ്കങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായി തകർക്കുകയും അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇസ്രായേൽ പുറത്തുവിടുകയൊക്കെ ചെയ്തിരുന്നു. അതുമാത്രമല്ല, ഫലസ്തീന് പുറത്ത് ഹമാസിനെ പിന്തുണച്ചിരുന്ന ഹിസ്ബുള്ള, അതുപോലെ ഇറാൻ, ഇപ്പുറത്ത് യമനിലെയും സിറിയയിലെയും ഒക്കെ സഖ്യമായിരുന്ന ശക്തികൾ,
ഇതൊക്കെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, ഒരു വിധത്തിലല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ദുർബലമാക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവരുടെ പരമോന്നത നേതാവ് ഹസൻ നസ്രുള്ളയെ അവർ ഇസ്രായേൽ വധിച്ചു. അപ്പോൾ ഈ വിധത്തിൽ ഹമാസിനെ കൂടുതൽ ദുർബലപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഇസ്രായേൽ പറയുന്നത് ഒരു വിധത്തിൽ നോക്കിയാൽ സത്യമാണ്. അതുകൊണ്ട് ഹമാസിൻ്റെ മുന്നോട്ടുള്ള യാത്ര അതെങ്ങനെയായിരിക്കും? അല്ല, താങ്കൾ സൂചിപ്പിച്ച പോലെ ഈ വാസ്തവത്തിൽ ഈ ഹമാസ് തുടങ്ങി വെച്ച യുദ്ധം അവർക്ക് തന്നെ അവരുദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ ഡാമേജ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് സിറിയയിൽ വരെ നടന്ന സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഹമാസ് സ്വാഭാവികമായിട്ടും അവര് പിന്നെന്താ പറയുന്നത്, 2021 ഒക്ടോബർ മാസത്തിലല്ലല്ലോ ഈ സംഭവങ്ങളൊക്കെ തുടങ്ങുന്നത്. ഈ സംഭവങ്ങൾക്ക് ചരിത്രപരമായി തന്നെ ബന്ധമുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 1948 മുതൽ ഈ വിഷയം വളരെ ശക്തമായി, അതായത് ഒരു ജനത, അവിടെ താമസിച്ചിരുന്ന ജനതയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു പരിണതഫലമാണ്. എസ്പെഷ്യലി 2007 മുതൽ ഈ ഗാസ എന്ന് പറയുന്ന 356 സ്ക്വയർ കിലോമീറ്റർ പ്രദേശം, 23 ലക്ഷം ജനങ്ങൾ ഒരു തുറന്ന ജയിൽ പോലെ കഴിയുകയും അവിടെ ഒരു കോളനി ഭരണം പോലെ ഒരു രാഷ്ട്രം അവരെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇല്ലായ്മ ചെയ്യുന്ന അതിനോടുള്ളൊരു പ്രതികരണമാണ് 2023 ഉണ്ടായതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ആ പ്രതികരണം എന്ന് മാത്രമല്ല, ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ പശ്ചിമേഷ്യ എന്ന് പറഞ്ഞാൽ എല്ലാ അറബ് രാജ്യങ്ങളുമായും സൗഹൃദം സ്ഥാപിക്കുക, പരമാവധി ഇസ്രായേലിന്റെ ടെറിട്ടറി വർദ്ധിപ്പിക്കുക, ഈ പലസ്തീൻ എന്ന് പറയുന്ന സങ്കല്പത്തെ ഇല്ലാതാക്കുക. ഇത്തരം ഒരു ആശയവുമായിട്ടാണ് പുതിയ പശ്ചിമേഷ്യ എന്ന് പറയുന്ന ആശയത്തെ ഇസ്രായേൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ അതിന് വാസ്തവത്തിൽ അത്തരമൊരു ലക്ഷ്യം ഇസ്രായേലിന് സാധ്യമാക്കുന്ന തരത്തിലായി പോയി ഹമാസിന്റെ ആക്രമണം എന്നാണ് എനിക്ക് പറയുന്നത്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ, ഹമാസിനെ പിന്നെ ഈ യുദ്ധത്തിലൊക്കെ സഹായിച്ചുകൊണ്ടിരുന്നതാണ് ഇറാൻ. ഇൻഡയറക്റ്റ് ആയിട്ട് ഇറാൻ സഹായിച്ചിരുന്നത് എങ്ങനെയാണ്? പിന്നെ ഹെസ്ബുള്ളയിലൂടെയും ഹൂതികളിലൂടെയും അങ്ങനെയൊക്കെ ഉള്ള ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന വിഭാഗമാണ് വാസ്തവത്തിൽ ഇവരെ സഹായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴെന്താ സംഭവിച്ചത്? ഇവിടെ പിന്നെ ശ്രീ രാജീവ് സൂചിപ്പിച്ച പോലെ ഹെസ്ബുള്ളയെ വധിക്കുന്നതിലൂടെ ഹമാസിന്റെ ഹെസ്ബുള്ളയുടെ ലീഡർഷിപ്പിനെയും ഇത് കണക്കില്ലാതാക്കി. അതുപോലെ ഹെസ്ബുള്ള പിന്നെ നിർവീര്യമായി. പിന്നെ എന്താണ്, ഈ ഹൂതികൾക്കെതിരെ ആക്രമണം നടക്കുന്നു. ഇപ്പോ ഇതിന്റെ ഫലമായിട്ട് ഈ ഹെസ്ബുള്ളയും ഹമാസും അങ്ങനെയുള്ള ഈ പിന്നെ ഇറാന്റെ കൈവഴികൾ എന്ന് പറയുന്ന ഇത്തരം റെസിസ്റ്റൻസ് ഗ്രൂപ്പുകൾ ദുർബലമായപ്പോൾ ഇറാൻ ദുർബലമായപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഇറാന്റെയും റഷ്യയുടെയും പിന്തുണയോടുകൂടി നിലനിന്നിരുന്ന സിറിയയുടെ ഭരണം തകർന്നു. ആ സിറിയയുടെ ഭരണം തകർന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ച 2 രാഷ്ട്രങ്ങൾ പിന്നെ ഈ അമേരിക്കയും ഇസ്രായേലുമാണ്. അപ്പൊ തുർക്കിക്ക് പുറമെ. അപ്പൊ ഇങ്ങനെ, അതായത് കൂടുതൽ പിന്നെ ഹമാസിന്റെ പിന്നെ സ്വാധീനം അവിടെ കുറയുന്നു. പലസ്തീൻ എന്ന് പറയുന്ന സ്വപ്നം വീണ്ടും ദുർബലമാകുന്നു. അവരെ സഹായിക്കുന്ന രാജ്യങ്ങൾ ദുർബലമാകുന്ന സ്ഥലത്തിലേക്ക് ഈ ഹമാസ് തുടങ്ങി വെച്ച യുദ്ധം കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ എന്താണ്, ഈ തുടങ്ങി വെച്ച 2021 ഒക്ടോബർ 7 തുടങ്ങി വെച്ച യുദ്ധം അവര് വിചാരിച്ചതിനേക്കാൾ, സാധാരണഗതിയിൽ 1 മാസം 2 മാസം കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇടപെട്ട് ഈ പ്രശ്നങ്ങൾ പിന്നെ തൽക്കാലം വെടിനിർത്തൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു പതിവ്. പക്ഷെ ആ പതിവ് മാറി ഇപ്പോൾ 15 മാസമായി യുദ്ധം നടക്കുന്നു. ഈ അവരുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഏറ്റവും വലിയ കറ്റാസ്ട്രഫി ഇതിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പിന്നെ അവരെന്താണോ ലക്ഷ്യം വെച്ചത്, ആ ലക്ഷ്യം അവർക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അവർ വളരെ ആ ജനത ഇനി എങ്ങനെ ജീവിക്കും? 30-40 വർഷം എടുത്താൽ പോലും ഇതിന്റെ പുനർനിർമ്മാണം, ഈ പ്രദേശത്തിന്റെ പുനർനിർമ്മാണം സാധ്യമല്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഈ പലസ്തീൻ എന്ന് പറയുന്ന സ്വപ്നം കൂടുതൽ അകന്നു പോകുന്ന തരത്തിലേക്ക് ഈ ഒക്ടോബർ 7 എന്ന് പറയുന്ന ദിവസം നടന്ന ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവസാനമായിട്ടൊരു കാര്യം കൂടി ചോദിച്ചിട്ട്, അപ്പോൾ ഈ വെടിനിർത്തൽ കരാറിൻ്റെ ഇതുവരെ പുറത്തു വന്ന വിശദാംശങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ഗസയുടെ ഭരണം ഹമാസിനെ തിരികെ ഏൽപ്പിക്കുക എന്നുള്ളത് ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല. അത് ഇസ്രായേൽ അംഗീകരിക്കേണ്ട കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല, അത് ഫലസ്തീനിലെയും ഗസയിലെയും ജനങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അതല്ലല്ലോ അവിടെ നടക്കുന്നത്. അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇസ്രായേൽ അത് അംഗീകരിക്കുന്നില്ല, ആ ഭരണം ഹമാസ് നടത്തുക എന്നുള്ളത്. ഫലസ്തീൻ അതോറിറ്റി, വെസ്റ്റ് ബാങ്ക് റൂൾ ചെയ്യുന്ന ഫലസ്തീൻ അതോറിറ്റി ഗസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്ന്, അതിനോടും ഇസ്രായേൽ യോജിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും അവിടുത്തെ ജനങ്ങളുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനൊക്കെ എന്ത് സംവിധാനമാണ് വരിക എന്നുള്ളതൊരു ക്വസ്റ്റ്യനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹം, ഈ വംശഹത്യാശ്രമത്തിൽ ഒന്നും ഇടപെടാതിരുന്ന അന്താരാഷ്ട്ര സമൂഹം ഒരു സീസ് ഫയർ വന്നു കഴിയുമ്പോൾ ഗസയുടെ ഭരണം അല്ലെങ്കിൽ അവിടെ ഒരു കാര്യങ്ങൾ നോക്കി മേൽനോട്ടം വഹിക്കാൻ പാകത്തിന് ഒരു അന്താരാഷ്ട്ര സമിതി ഉണ്ടാക്കിയാൽ
അത് ഈ ഗസയിലെ ജനങ്ങൾ അംഗീകരിക്കും. അങ്ങനത്തെ ഒരു വലിയ ക്രൈസിസ് അവിടെയല്ലേ? അല്ല, അതൊരു ഈ എന്താണ് സമാധാന ചർച്ചയിലെ ഒരു സ്റ്റിക്കിംഗ് പോയിന്റ് ആയിട്ട് നിൽക്കുന്നത് ആര് എങ്ങനെ ഈ ഗാസ പ്രദേശം നിയന്ത്രിക്കണം എന്ന ഒരു തർക്കമാണ്. അതിൽ പ്രധാനമായിട്ടും ഉയർന്നു വന്നിരിക്കുന്നത് പലസ്തീൻ അതോറിറ്റിയെ വലിയ നിർബന്ധം വരികയാണെങ്കിൽ പലസ്തീൻ അതോറിറ്റിയെ ഇതിന്റെ നിയന്ത്രണം ഏൽപ്പിക്കാം എന്നുള്ളതാണ് വരുന്നൊരു നിർദ്ദേശം. എന്നാൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഹമാസ് അത്തരം നിർദ്ദേശങ്ങളോട് യോജിക്കാൻ സാധ്യതയില്ല. ഇവരുടെ മേൽനോട്ടത്തിൽ, ഇവരുടെ പുറമേക്ക് നിന്നെങ്കിലുമുള്ള മേൽനോട്ടത്തിൽ പിന്നെ ഈ പലസ്തീൻ അതോറിറ്റിയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവർക്ക് ഇവർക്ക് രണ്ടു കൂട്ടർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഏജൻസികളോ രാഷ്ട്രങ്ങളോ സംവിധാനങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് തൽക്കാലം പിന്നെ ഗാസയുടെ നിയന്ത്രണം പിന്നെ ഏറ്റെടുക്കുക എന്നുള്ളതായിരിക്കാം നടക്കുക. കാരണം വളരെ പിന്നെ നിർബന്ധം പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഹമാസിന് കഴിയാത്തൊരു സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. ഈ രണ്ടു കൂട്ടരുടെ മുകളിലും അതിശക്തമായ സമ്മർദ്ദം ഇപ്പോൾ ചെലുത്തപ്പെടുന്നുണ്ട്. അമേരിക്കൻ ഭരണകൂടം ചെലുത്തുന്നുണ്ട്, പിന്നെ ഖത്തർ ചെലുത്തുന്നുണ്ട്, ഈജിപ്റ്റ് ചെലുത്തുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളുടെ ഒക്കെ വളരെ ശക്തമായ സമ്മർദ്ദം എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള തരത്തിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് വിട്ടുവീഴ്ചകൾ രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടായേക്കാം. അങ്ങനെ വരുന്നൊരു സംവിധാനമായിരിക്കാം ഹമാസ് ഗാസയിൽ ഉണ്ടാവുക. അതിന്റെ കൃത്യമായ രൂപം വാസ്തവത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടില്ല. പക്ഷെ PLAക്ക് ഒരു പ്രധാനപ്പെട്ട പങ്ക് അതിനകത്ത് ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. എന്തായാലും ഗസയ്ക്ക് മേലൊരു സമാധാന അന്തരീക്ഷത്തിൻ്റെ പ്രതീക്ഷ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് അവിടെ ഒരു ശുഭസൂചകമായ സംഗതിയായി നമുക്ക് കാണാം. പക്ഷേ തുടരുന്ന അനീതി, ദശകങ്ങളായി തുടരുന്ന അനീതി, ദശകങ്ങളായി തുടരുന്ന വംശഹത്യാശ്രമം, അതിൻ്റെ ഏറ്റവും വലിയ രൂക്ഷത അനുഭവിച്ച 2023 ഒക്ടോബർ മുതൽ ഇതുവരെയുള്ള കാലം, അതുണ്ടാക്കിയ മുറിവുകൾ, ആ മുറിവുകൾ ഗസയിലെ ജനത എങ്ങനെ മറക്കും എന്നുള്ള ചോദ്യം അവിടെ ശേഷിക്കുക തന്നെ ചെയ്യും. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.